അസ്സലാമലൈക്കും. ഹായ്, എന്തല്ല? ഞാൻ വിചാരിച്ച് വറവിന് മുറിച്ചിടുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ആവുമ്പോൾ പണി വേഗം തീരും ചെയ്യും. സുഖയില്ല കൂട്ടുകാരെ, ചെറുമാതിരി തൊണ്ടവേദന, തലക്കൊക്കെ ഒരു ഭാരം പോലെ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലേ, ഇപ്പൊ രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തണുപ്പല്ലേ, അതിൻ്റെതാന്നാ തോന്നുന്നത്. നിയമോൾക്ക് പനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഗുളിക കൊടുത്തിട്ട് ഇന്നലെ കാഷ്വാലിറ്റിയിൽ കാണിച്ചിട്ട് ഗുളിക കൊടുത്തിട്ട് എക്സാം അല്ലേ, അപ്പൊ അങ്ങനെ പോയി കേട്ടോ. കുട്ടികൾ രണ്ടാളും പോയിക്ക്. നിബൂസ് ഉണ്ട് ഇവിടെ. നിബൂസ് എവിടെ? ഇവിടെ വന്ന് കാണട്ടെ എല്ലാരും. നിബൂസ് ഉണ്ട് ഇവിടെ. അംഗൻവാടിയിലൊന്നും പോകുന്നില്ല, കുഞ്ഞ് മടിച്ചായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇനി മക്കള് വന്നിട്ട് വേണം വേറെ ഡോക്ടറെ കാണിക്കാൻ. വൈകുന്നേരം പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ മാറ്റങ്ങൾ കാണും അല്ലേ. വേറെന്താ? പിന്നെ ഇത് ശരിക്കും ഞാൻ കട്ടിംഗ് ബോർഡുമ്മല് ആണ് കേട്ടോ. മുറിക്കല് വേഗം കഴിയും കട്ടിംഗ് ബോർഡുമ്മ ആവുമ്പോ. പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ട് അങ്ങനെ മുറിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു കവറ് കാണുന്നില്ല അവിടെ. നേരം വെളുത്ത് കഴിഞ്ഞാലില്ലേ ഇങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ പെറുക്കി പെറുക്കി ഒരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ നടക്കലാ പണി. അത് നടക്കുന്തോറും അതും താങ്ങി പിടിച്ച് നടക്കും. ഇപ്പൊ ഇതില് എന്തെല്ലാം റബ്ബേ നോക്കിയോ, ഞാൻ പറഞ്ഞില്ലേ പ്ലേറ്റിന്റെ അടുത്തേക്ക് കുട്ടികളെ സ്നാക്സിന്റെ പാത്രമെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നടക്കലാ പണികൾക്ക്. പിന്നെ വേറെന്താ? നമ്മളെ അറിയാത്തവരും ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ മനസ്സിലാക്കാത്തവര് നമ്മളെ അവഗണിക്കുമ്പോ നമ്മളെ സന്തോഷം, നമ്മൾ അതിൽ ഫീലിങ്സ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അതിൽ തകർന്ന് പോയി കഴിഞ്ഞാല് അവര് സന്തോഷിക്കുക ചെയ്യുക, ശരിയല്ലേ? പേഴ്സണലി എനിക്ക് അങ്ങനത്തെ എല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഈ അവഗണന ഇല്ലേ, അതൊക്കെ എല്ലായിടത്തൊന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനുഭവമാണ് ഗുരു എന്നല്ല, അനുഭവം കൊണ്ട് തന്നെയാന്ന് പറയുന്നത്. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിങ്ങനെ ഫീലിങ്സ് അടിച്ചിട്ട് അതില് തളർന്ന് കുത്തിരുന്ന് കഴിഞ്ഞാല് അവർക്ക് അധികം എന്താ പറയാ സന്തോഷാണ് അല്ലെ. അവര് ഉദ്ദേശിച്ചത് നടന്നു എന്നുള്ളതാണ്. നമ്മളെ സന്തോഷം നമ്മളെ കൈകളിൽ തന്നെയാണ്. നമ്മള് സന്തോഷം എവിടുന്നാണ് നമുക്ക് കിട്ടുക അത് നമ്മൾ തെരഞ്ഞിട്ട് കണ്ടുപിടിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ അവഗണിക്കുന്നവരുടെ മുമ്പിലൂടെ സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പൊ അതാണ് ഏറ്റവും നല്ല മധുര പ്രതികാരം എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ എന്തിന് നമുക്ക് വാല്യൂ കൊടുക്കുക അല്ലേ. നമ്മളെ അങ്ങനെ വില കുറച്ച് കാണുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ നമ്മളും അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ. അപ്പൊ പറയുന്നവരും അവഗണിക്കുന്നവരും എല്ലാവരും പോട്ടെ. നമ്മൾ വീണ്ടും എന്താക്കുക, ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് മൂർച്ചം കുറവാട്ടാ, ഇതിന് മൂർച്ചം കുറവാ. മൂർച്ച ഉള്ളതല്ലേ ഇവള് കത്തിയെടുത്ത്. എന്റെ കത്തിയുടെ കത്തി മുതൽ കുടിച്ചിട്ട് ഈ കവറിലുണ്ടാവും. ചിരിക്കും നോക്ക്, കാണാത്തോണ്ട് ഞാനിപ്പോ ഇതൊന്നും എടുത്തേ. ഈ കോവക്ക എനിക്ക് നല്ല ഇഷ്ടാ. വറവാക്കിയാല് വെള്ളം ഇല്ലാണ്ടാക്കണം കേട്ടോ. വെള്ളം ഇല്ലാണ്ട് തേങ്ങ, വലിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞളും ഉപ്പും പെരക്കിയിട്ട് ചീനച്ചട്ടിയില് കടു പൊട്ടിച്ചിട്ടില്ലേ ഇട്ടിട്ട് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിനെ അവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുക്കുക. അന്നേരം നല്ല ടേസ്റ്റിൽ വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എനിക്കിത് വറവാക്കാൻ ഇഷ്ടം. ഞാൻ ഇതുവരെ ഇത് കറിയൊന്നും ആക്കിക്കില്ല. ഓരോരുത്തർ കറിയാക്കുന്നുണ്ടേ. കറിയൊന്നും ആക്കിക്കില്ല. ഞാൻ തിന്നോക്കിയതാ. പുളി തിന്ന് ഒരെണ്ണം കൊണ്ടുപോയിക്കേനോള്. പുളിയാ പോലും. തീരെ സുഖയില്ല തലക്ക്. എന്നാലും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഇന്നലെ തുടങ്ങിയതാ. തലക്കൊരു ഭാരം, ഒരു കനം പോലെ ഉണ്ടാവൂലേ ഇങ്ങനെ. പിന്നെന്താ? വേറെന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവരുടെയും?
ഇത് ഒരുപാട് പേര് ഇങ്ങനെ നട്ട് നനച്ച് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എനിക്ക് ഇതിന്റെ വള്ളി ഒരിക്കൽ കിട്ടിയിട്ട് കുഴിച്ചിട്ടേനു, പക്ഷെ ഉണ്ടായിട്ടില്ല. മക്കളെ കൂടി 3 ആളെയും കൂടി പുറത്ത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഇതാ ചെലവാക്കിക്കോ, അത് വേണം ഇത് വേണം. അന്നേരം അവർക്ക് പനിയുണ്ടെന്നൊന്നുമില്ലേ, റെസ്റ്റോറൻറ്റിൽ കയറണം, എല്ലാ മാതിരിയും വാങ്ങണം. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ കൂടെ നമ്മൾ പുറത്ത് പോകുമ്പോൾ 3 ആളെയും കൂടെ പോകുമ്പോൾ വല്ലാത്തൊരു എൻജോയ്മെന്റ് ഫീൽ ചെയ്യും കേട്ടോ. മക്കളെ സംസാരം, അവരെ കളിയും ചിരിയും, അവർക്ക് വേണ്ടുന്നത് വാങ്ങിക്കൊടുക്കും എല്ലാം ചെയ്യുമ്പോൾ നമ്മളും അതിലിങ്ങനെ സന്തോഷിക്കാം അല്ലേ. അതൊന്നും അല്ലാണ്ട് എന്ത് ലൈഫ് അല്ലേ. പറ, എന്തെല്ലാം ചോദിക്കേ, ഇനി എന്തെങ്കിലും പറയറാ. എന്നോട് ചോദിക്കുന്നുണ്ട്, ഇനി കേക്കാത്തിയാ തന്നെ, നീ കേക്കാത്തോണ്ടോ നോക്കിയാ, അങ്ങോട്ട് നോക്കിയതാ വേണോ ചോദിച്ചു നോക്കിയാ. അത് ഇച്ചിച്ചിയ, നീ ഇങ്ങോട്ടേക്ക്. നീ എന്താ സ്കൂൾ പോവാത്തെ, അംഗൻവാടി പോവാത്തേന്നാ ചോദിക്കുന്നത്. അത് വായിലിടണ്ടേ, അത് ഇച്ചിച്ചിയാന്നേ. ഇച്ചിച്ച കേട്ടില്ല, നമ്മ ചെത്തിയിട്ടതാ. മീനുണ്ട് ആടാ, മീന് മുറിച്ചിട്ടില്ല, മീനുണ്ട് മുറിക്കാന്. ഞാൻ വിചാരിച്ച് കുട്ടികളിപ്പം 1 മണിയാവുമ്പോഴേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കലും. അപ്പത്തേക്ക് ഞാൻ വറവും ഒരു മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ തേങ്ങരച്ച് വെക്കലോ എന്തെങ്കിലും ആക്കിയിട്ടാടെ വെച്ചാല് ബാക്കി അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോയാലും ഒന്നും നോക്കണ്ടില്ലല്ലോ. വാഷിംഗ് മെഷീനിൽ അവിടെ ഒരിക്കൽ രാവിലെ ഒന്ന് തിരുമ്പിയിട്ട് ആറിയിട്ട് 2ാമത് തിരുമ്പിയിട്ടുണ്ട്. കുറേ ഉണ്ടാവും തിരുമ്പാനേട്ടാ. അതാണ് ഇത്. അധികം മൂക്കാത്ത സൈസല്ല ഓരോരുത്തർ കഴിക്കുന്നതാണല്ലേ. ഷുഗറിന് നല്ലതാന്ന് പറയുന്നുണ്ട് കേട്ടോ കോവക്ക. അനക്കില്ലേ ആദ്യമല്ലോ ഇങ്ങനെ നമ്മളെ അടുത്തറിയുന്നവര് നമ്മളെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇങ്ങനെ നമ്മളെ അവഗണിക്കുകയെല്ലാം ചെയ്യൂലേ. അന്നേരമെല്ലാം എനിക്ക് ആദ്യമല്ലോ ഞാൻ എന്തുണ്ടെങ്കിലും ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു പ്രകൃതാണ് കേട്ടോ. ഉള്ളിലൊന്നും വെക്കൊന്നുമില്ലേ, എന്നെ അറിയുന്നവർക്ക് അറിയാതെ. അപ്പൊ നമ്മളോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ അവഗണിക്കുമല്ലോ. എന്താന്നറിയാണ്ട് സ്തംഭിച്ച് നിന്ന് പോകും നമ്മള്. എന്നിട്ട് അതിലെല്ലാം ഇങ്ങനെ എന്താ പറയാ മൂഡൌട്ടായിട്ട് നടക്കുന്ന ഒരു പ്രകൃതാണ് എൻ്റെത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ അനുഭവം? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളെ അറിയുന്ന നമ്മളെ അടുത്തറിയുന്നവരും ഒക്കെ ഉള്ള കുറെ അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും ഒക്കെ വെറുതെ നമ്മൾ ഒന്നും പറയും കാട്ടൊന്നും ചെയ്തിട്ടുണ്ടാവൂല. പെട്ടെന്ന് ഒരു ദിവസം കാണാൻ ഇങ്ങനെ അവഗണിക്കുന്നത്. ആരെന്താന്നൊന്നും പറയുന്നില്ല ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ 1-2 വട്ടം ചെയ്തോണ്ട് എനിക്ക് ശീലായി. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടില്ലാത്ത പിന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ട് വെറുതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിന് നമ്മുടെ സമയവും നമ്മളെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ എന്തിന് കരഞ്ഞിരിക്കണം എന്നെല്ലാം തോന്നിപ്പോകും. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആരോടും അറ്റാച്ച്ഡ് ആവുക നല്ലത്. എന്ന് വെച്ചാൽ ജീവൻ കൊടുത്തിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ തിരിച്ച് നമുക്ക് തരുന്നത് വേദന തന്നെയാന്നല്ലേ. അനുഭവമാണ് മക്കള് പറയുന്നത്. അവിടെ വെച്ചത് ഓക്കെ. കത്തികൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടേ. ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ച് നോക്കിയാ അവിടെ നമുക്ക് വേദന തന്നെയാന്ന് കിട്ടുക. അപ്പൊ ഞാനിത് വറവാക്കട്ടെ. മക്കള് ഇപ്പം വരും. മീനും മുറിക്കണം. ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ, വേവാനായിട്ട് വാർത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു വിശേഷം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്കിപ്പോ എന്താ പറയാ, നിങ്ങളോട് എൻ്റെ കൂട്ടുകാരോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മായിലായാലും ഞാൻ കുഞ്ഞിപ്പള്ളിയിലായാലല്ലോ മക്കളെയും കൊണ്ട് കുഞ്ഞിപ്പള്ളി ഹെൽത്തിൽ പോയി കഴിഞ്ഞാലല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്നലെയും തന്നെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്തും തുറന്ന് പറയാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാ പറയാനുള്ളൂ. എൻ്റെ ഒരു
സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഒരാളതിലും ഒന്നിനും പോക്കില്ല. ഞാനും എൻ്റെ മക്കളും ഒതുങ്ങിയൊരു ജീവിതം. നിസ്കാർക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉമ്മ ഇല്ല, ഉമ്മ മരണപ്പെട്ട്. ഇടയ്ക്ക് കുടുംബങ്ങളിലൊക്കെ ഒന്ന് പോവും എന്നല്ലാതെ മരിച്ചു, ഉമ്മ മരിച്ചു എന്നല്ലാതെ ഞാൻ എൻ്റെ ഈ 3 മക്കളെയും കൊണ്ട് അവൾക്ക് തലക്കാണി ഉണ്ടാക്കി കൊടുത്തിട്ട് ഉപ്പുമ്മ മക്കളെയും കൊണ്ട് ഇങ്ങനെ കഴിയുന്നാട്ടെ. ഞാൻ ഒരാളതിൽക്കൊന്നിലേക്കും പോക്കില്ല. എന്നാലും അതും പറ്റാത്ത ആൾക്കാരുണ്ട്. അതും പറ്റാത്ത ആൾക്കാരുണ്ട്. അതാ പറയുന്നത്, നമ്മൾ ഒന്നിനും പോവാണ്ട് വരെ അസൂയ മൂത്തിട്ട് താഴ്ന്ന മനുഷ്യന്മാരും ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? നീയെ ഇഷ്ടമല്ല, ഇത്താത്താനിയെ ഇഷ്ടന്ന് അല്ല, വെറുതെ പറയുന്നാണേ. നീയെ വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും ഭയങ്കര ജോറാണേ അവള്. ഒന്ന് കാണിച്ചു കൊടുത്തത് അവര്. ഇത് വേഗത്തിലാക്കട്ടെ, മക്കൾ വരുമ്പോഴേക്ക്. ഓൾക്ക് പൊന്തൂല. ഇതാ നിറച്ചുണ്ട്, ഓരോന്ന് പെറുക്കിയിട്ടതായി. കത്തി, പ്ലേറ്റ് എല്ലാം മാതിരി ഉണ്ടാവും അതിൽ കേട്ടോ. നേരെ പോലത്തെ ഇങ്ങനെ ഒരു കവറും കൊണ്ട് നടക്കല. ചോറും എന്തോന്നും നോക്കട്ടെ. ഇതിലിനി അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിയാ, ഞാൻ വേഗത്തിൽ ഇത് വറവാക്കട്ടെ, മീനും കറിയാക്കട്ടെ, എന്നിട്ട് വരാട്ടോ. ഞാൻ എൻ്റെ വിഷമമായാലും സന്തോഷമായാലും നിങ്ങളോട് ഓരോ സംഗതികളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളാണ് നമ്മുടെ ചങ്കുകൾ അല്ലേ? പറ. ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണേന്ന് പറ. അങ്ങോട്ട് നോക്കി പറ. എല്ലാരും എൻ്റെ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞു. സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇനി എന്തിനു കുറവ് കഴിക്കുന്ന അങ്ങോട്ട് നോക്കിയിട്ട് പറ. സപ്പോർട്ട്. അത് വായിൽ കോവൊക്കെ ഇട്ടിട്ട് കേട്ടാ. അതുകൊണ്ടാ ഞാൻ ചോറൊന്ന് നോക്കട്ടെ, എന്നിട്ട് വരാം. കൊണ്ടുപോകുമ്പോ വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലൂട്ടാണ് ഒരു ചേച്ചി നിർബന്ധിച്ച് വാങ്ങിച്ചതാ. പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. 150 രൂപക്കാണ് കേട്ടോ 2 എണ്ണം. അപ്പം അതില് കടല കുറച്ച് ഇട്ട് വെച്ചതാണ്. ഓൾക്ക് നിബൂസിന് കുറച്ച് കടല വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എടുത്തിട്ട് കുറച്ച് കൊടുക്കട്ടെ ഞാൻ. ഇങ്ങനത്തെ കടലയെല്ലാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ നല്ലതാ. നോക്കിയാ, ഫ്രഷാണ്. മറ്റൊക്കെ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് വേണമെന്നാ ചോദിക്കുന്നവള്. നോക്കിയാ, രസമുണ്ട് അല്ലേ? ഇങ്ങനെ പൊളിച്ചിട്ടെടുക്കട്ടെ. അതാ അതിൽ 1 2 എണ്ണം ഉണ്ടാവും. എന്താ തോട് കളയണേ, എന്നിട്ട് തിന്നു. മമ്മീ മുറിച്ചിട്ട് വരുന്നേ. വാച്ചി ഇത് തേച്ചും തിന്നണേ. അമ്മ കുറച്ച് തൊലിച്ച് തരട്ടെ. തേച്ചും തൊലിച്ച് കൊടുക്കണം പോലും. ഇന്ന് മീൻ കിട്ടിയത് ഇതാണ് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാ? ഇത് ഇങ്ങനെ മിക്സ്ഡ് ആയിന് ചെരുവെന്നാണ് ഇവിടെ പറയുക കേട്ടോ. അപ്പം ഇത് വേഗം ഞാൻ എന്താക്കുന്നത്, ഒന്ന് മുളക് ഇടട്ടെ. വറവായിക്ക് ചോറും വെച്ച് വാർത്തിക്ക്. പരൽമീനെ പോലെ പുഴമീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് മുളക് ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് വേഗം മുറിക്കട്ടെ. ഇവിടെ കത്രിക കൊണ്ടാണ് മുറിക്കുക. അങ്ങനെ ചോറായി, മുളകിട്ടതായി, പിന്നെ കോവക്ക വറുത്തതുമായി, പിന്നെ ഇതാ മീൻ പൊരിച്ചതുണ്ട്. പിന്നെ എൻ്റെ നെബൂസിന് കിഴങ്ങ് പൊരിച്ചത്. അവൾക്ക് കിഴങ്ങ് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ നല്ല അടിപൊളി അച്ചാറും കൂട്ടിയിട്ടൊരു പിടി അങ്ങ് പിടിച്ചാലേ ചോറ്. സ്കൂളും വിട്ട് വന്നിട്ട് 3 കൂടിയും കുത്തിയിരുന്ന് കളിക്കുന്ന കളി കണ്ടാ. ചോറും നിലയെല്ലാം അങ്ങനെ കഴിഞ്ഞട്ടാ. കവർ അവിടെ തന്നെ ഉണ്ട്. കുട്ടികൾ നല്ല കളിയിലാണ്, കണ്ടില്ലേ? അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം കിടക്കട്ടെ, നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടില്ല. ഭയങ്കര പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പം കൂടുതലായിക്ക്. ഇപ്പം അസർക്ക് ശേഷം അവരെയും കൊണ്ട് പോകണം കേട്ടോ. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.
എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തലവേദനയെല്ലാം ആവുമ്പോൾ നമുക്ക് എന്തെല്ലോ ആവൂലേ. അതിൻ്റെ ഇടയ്ക്ക് എത്ര ഒറ്റക്കായി കഴിഞ്ഞാൽ എത്ര സുഖമില്ല എന്ന് പറഞ്ഞാലും ഈ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം അതൊക്കെയാണ്, നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നുമുള്ള ഇതില്ല. കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. പിന്നെന്താ പറയുക, ഒരാളെയും മുൻവിധി ഇല്ലാണ്ട് ആരും വിധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആവൂല എല്ലാവരുടെ ഉള്ളു, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവൂല. അപ്പം മുൻവിധി ഇല്ലാണ്ട് ഒരാളെയും വിധിക്കരുത്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ സന്തോഷവും സമാധാനം ആർക്കായാലും കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ണുനീര് വാർത്തിട്ടോ അല്ലെങ്കിൽ മരിച്ചു പോയല്ലോ എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. ജീവിച്ചിരിക്കും കാലം നല്ല സമാധാനവും നല്ല വാക്കുകൾ, മെയിനായിട്ട് നല്ല വാക്കും വർത്താനെല്ലാം പറഞ്ഞിട്ട് നല്ല രീതിയിൽ പെരുമാറുക. അതാണ് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ എന്താ പറയുക അംഗീകാരം, ഏറ്റവും വലിയ സമ്മാനം എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കുക. നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും നല്ല ദാനം. അല്ല ദാനം നല്ല എന്താ, മറ്റുള്ളവരെ മുഖത്ത് നോക്കിയിട്ടൊരു പുഞ്ചിരിക്കല് ധർമ്മമാണ്, സദക്കയാണ് എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ നല്ല വാക്കും വർത്താനവും പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പടച്ചോനെ ഹൈറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഞാൻ പൊതുവായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് ഇപ്പം അറിയുന്നവർ എന്താ പറയുക, നമ്മൾ എങ്ങനെയെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കും അവർ നമ്മളെ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അവരും നമ്മളോടും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം തന്നെ ആയിരിക്കും ഇങ്ങോട്ടും എന്നെല്ലാം വിചാരിക്കും നമ്മൾ. പക്ഷേ അവിടുന്ന് നെഗറ്റീവായിട്ടുള്ള ഓരോ റെസ്പോണ്ടിങ് വരുന്ന സമയത്താണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുക കേട്ടോ. അയ്യോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മൾ വിചാരിച്ചിരുന്ന, ഇവരൊക്കെ ഇങ്ങനെയാണോ, നമ്മൾ നല്ലതിൽ കഴിയുന്നത് ഇവർക്ക് കണ്ടൂടെ, അങ്ങനെയൊക്കെ നമ്മൾ കരുതി പോകും കേട്ടോ. അപ്പം മനുഷ്യന്മാർ പല കോലത്തിലല്ലേ. അപ്പം ഇത്രയും ആയി ഞാൻ ചെറിയ മോളൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പം ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡാണ്. ആര് തളർത്തിയാ നോക്കിയാലും തളരൂല, അതാ എനിക്ക് പറയാനുള്ളൂ. അത് എവിടുന്ന് സ്വന്തക്കാരായാൽ പോലും. കാരണം ഞാൻ ജീവിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, അതിനാവരുത് ഒരിക്കലും നമ്മളെ ജീവിതം കൊണ്ടുപോകേണ്ടത് കേട്ടോ. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഇതുവരത്തെ വിശേഷങ്ങൾ. പിന്നെ മാപ്പിള വിളിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പം അതാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, റെസ്റ്റ് എടുത്തിട്ട് വേണം മക്കളെയും കൊണ്ട് പോവാൻ. ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് എന്നും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി എപ്പോൾ ഞാൻ പറയാറുണ്ട്, നന്ദി അറിയിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. പിന്നെന്താ, അസൂയാലുക്കൾ പോകാൻ പറയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.